ഹലോ എവ്രി വൺ, വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിലേക്ക് സ്വാഗതം. യെസ്, നിങ്ങളുടെ ഹിസ്റ്ററി എക്സാം ഈ പടിവാതിൽക്കെത്തിയ +1 ഹിസ്റ്ററി മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും 100% ഉറപ്പായി ചോദിക്കുന്ന ഒരു ഷോ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ ചോദിക്കുക ഏത് ചാപ്റ്ററാണ്? പാത്ത് ടു മോഡേണൈസേഷൻ അഥവാ ആധുനീകരണത്തിലേക്ക് അല്ലെങ്കിൽ നവീകരണത്തിലേക്കുള്ള വഴികൾ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിലൂടെയാണ് എന്ത് ചെയ്യുക ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. 100% ഷുവറാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ് ക്വസ്റ്റ്യന്? ക്രൊണോളജിക്കൽ ഓർഡർ അഥവാ കാലക്രമത്തിൽ ഇത് ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ്റെ മോഡ് നിങ്ങൾക്ക് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യും മനസ്സിലാവും കേട്ടോ. ഇതെന്ത് ചെയ്താടാ യെസ് ഇത് 2018 പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും ചോദിച്ചത് സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ചോദിച്ചത് അതായത് ലോങ് മാർച്ച്, റൂസോ ജപ്പാനീസ് വാർ, റഷ്യ ജപ്പാൻ യുദ്ധം, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എസ്റ്റാബ്ലിഷ് ചൈന സ്ഥാപിച്ചു, ഡെത്ത് ഓഫ് സണ്ണി ആറ്റ്സൺ, ഇങ്ങനെ 4 സംഭവങ്ങൾ തന്നു. ഈ തന്ന സംഭവങ്ങളെ കറക്റ്റ് ഇയർ നിങ്ങൾക്ക് തരില്ല. ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് എന്ത് തരില്ല? ഇയർ തരില്ല. അപ്പോൾ ഇയർ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സംഭവങ്ങളെ കറക്റ്റ് എന്താക്കി എഴുതണം? ഓർഡറിലാക്കി എഴുതണം കേട്ടോ. ഈ തന്നിരിക്കുന്ന സംഭവങ്ങളെ കറക്റ്റ് എന്തായിട്ട് എഴുതുക? ഓർഡറിലാക്കി എഴുതുക. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രൊണോളജിക്കൽ ഓർഡർ, അപ്പോൾ കാലക്രമത്തിൽ. അതായത് ഇതിൻ്റെ ഇയർ നമുക്കറിയില്ല. അപ്പോൾ ഇയർ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അത് പഠിക്കാനുള്ള ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇയർ തരാതെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ തരും. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇയർ ബേസിൽ എന്ത് ചെയ്യുക? കറക്റ്റ് ഓർഡറിലാക്കി എഴുതുക. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രൊണോളജിക്കൽ ഓർഡർ അഥവാ കാലക്രമത്തിൽ എഴുതുക. അപ്പോൾ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്, 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്, 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കാണാൻ പറ്റും. ഇത് 2020 ചോദിച്ച ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും എക്സാമിന് 100% ഷുവറാണ് കാലക്രമത്തിൽ എഴുതണം. അപ്പോൾ ഇതേപോലെ സംഭവങ്ങൾ തരും. ഇത് കറക്റ്റായിട്ട് എന്ത് ചെയ്യും? നിങ്ങളോട് ഓർഡറിലാക്കിയിട്ട് എഴുതാൻ പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ശ്രദ്ധിച്ചോ. അപ്പോൾ നിങ്ങളിത് പഠിക്കാനുള്ള സിമ്പിൾ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് പഠിക്കാനുള്ള വളരെ സിമ്പിളായുള്ള ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾ ഓരോ ഇൻസിഡൻറ്റ് ഓരോ സംഭവങ്ങൾ പഠിക്കും. ആ സംഭവത്തിൻ്റെ ഇയറും നമ്മൾ പഠിക്കണം അല്ലേ. അപ്പോൾ ആ സംഭവത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വണ്ടി ഇഷ്ടമാണോ? നിങ്ങൾക്ക് ബൈക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും, കാർ ഇഷ്ടമുള്ളവരുണ്ടാവും, ലോറിയും ബസ്സൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും, വണ്ടിക്കൊക്കെ എന്തുണ്ടാവും? നമ്പർ ഉണ്ടാവും അല്ലേ. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ OPM എന്ന് പറയുന്നത് ഒരു വണ്ടിയായിട്ട് കണക്കാക്കുക. OPM എന്ന് പറയുന്ന വണ്ടിയുടെ നമ്പർ എത്ര? 1839. അപ്പോൾ OPM 1839, OPM 1839. അതേപോലെ തന്നെ അടുത്ത വണ്ടി ആയിരുന്നാ മാറ്റ്യൂപറി എന്ന് പറയുന്ന വണ്ടിയുടെ നമ്പർ എത്ര? 1853. അങ്ങനെ ഈ ഓരോ സംഭവത്തെയും എന്ത് ചെയ്യുക? ഒരു വെഹിക്കിൾ അഥവാ ഒരു വാഹനമായിട്ട് കണക്കാക്കുക. ആ വാഹനത്തിൻ്റെ നമ്പറായിട്ട് എന്ത് ചെയ്യുക? ഇയറിനെയും കണക്കാക്കിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? പഠിച്ചെടുക്കുക കേട്ടോ. സോ ഇത് 100% ഷുവറാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ ഇനി പറയുന്ന സംഭവങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് 4 മാർക്കിന് കാലക്രമത്തിൽ എഴുതാൻ പറയട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചു. ഒന്നാമത് എന്താണ്? ഫസ്റ്റ് ഓപ്പിയം വാർ, ഒന്നാം കറുപ്പ് യുദ്ധം ഏത് വർഷമാണ്? 1839 അല്ലേ. മാറ്റ്യൂപറിസ് അറൈവൽ ഓൺ ജപ്പാനിലേക്ക് മാറ്റ്യൂപറിയുടെ വരവ് ഏത് വർഷമാടാ? 1853 അല്ലേ. മെയ്ജി റിസ്റ്റോറേഷൻ, മൈജി പുനഃസ്ഥാപിച്ചത് എന്നാടാ? 1868, 1868. അതേ ഈ മെയ്ജി റിസ്റ്റോറേഷൻ പറഞ്ഞാൽ അന്ന് ജപ്പാൻ ഉണ്ടായിരുന്ന ഷൊഗൂൺ ഭരണകൂടത്തെ എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു. അതേത് വർഷമാടാ? 1868 ആണ് കേട്ടോ. റൂസോ ജപ്പാനീസ് വാർ, റഷ്യ ജപ്പാൻ യുദ്ധം ഏത് വർഷമാണ്? 1905. റിവോൾട്ട് അണ്ടർ സണ്ണി ആറ്റ്സൺ അഗെയിൻസ്റ്റ് ദ മാഞ്ചു ഡൈനാസ്റ്റി, മാഞ്ചു രാജവംശത്തിനെതിരായിട്ട് സണ്ണി ആറ്റ്സന്റെ റിവോൾട്ട് അഥവാ കലാപം ഏത് വർഷം? 1911 കേട്ടോ. അടുത്ത് പഠിച്ചു വെക്കണേ. റിപ്പബ്ലിക് അണ്ടർ സണ്ണി ആറ്റ്സൺ ഇൻ ചൈനയിൽ എന്താണ്? സണ്ണി ആറ്റ്സന്റെ കീഴിൽ റിപ്പബ്ലിക് സ്ഥാപിച്ചു. അതും ഏത് വർഷമാടാ? 1911. ഫോർമേഷൻ ഓഫ് ഗുമിയാങ് താങ് പാർട്ടിയുടെ രൂപീകരണം ഏത് വർഷമാണ്? 1912. ശ്രദ്ധിക്കണേ, ഗുമിയാങ് താങ് പാർട്ടി രൂപീകരിച്ചത് ഏത് വർഷമാണ്? 1912. മെയ് 4th മൂവ്മെന്റ്, മെയ് 4 പ്രസ്ഥാനം ഏത് വർഷമാടാ? 1919. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മാവോ സേതുങ്ങിന്റെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ഏത് വർഷമാണ്? 1921. ഡെത്ത് ഓഫ് സണ്ണി ആറ്റ്സൺ മരിക്കുന്ന ഏത് വർഷമാടാ? 1925, 1925. ലോങ് മാർച്ച് ഏത് വർഷമാടാ? 1934 കേട്ടോ. പിന്നെ ശ്രദ്ധിക്കുക, പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന, ശ്രദ്ധിക്കണേ, പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന ഏത് വർഷമാടാ? 1949, 1949. ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് മൂവ്മെന്റ് ഏതാടാ? 1950, 1958. ടോക്കിയോ ഒളിമ്പിക്സ് ഏത് വർഷമാടാ? 1964 ആണ്. ജപ്പാനിലെ ഫസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ, ജപ്പാനിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനും ഏത് വർഷമാണ്? 1964 ആണ്. കൾച്ചറൽ റെവല്യൂഷൻ ഏത് വർഷമാണ്? 1966 ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചോദിക്കുക? ഓർഡറിൽ എഴുതാൻ പറയും. ഈ ഒരു പാത്ത് ടു മോഡേണൈസേഷൻ, നവീകരണത്തിലേക്ക് അല്ലെങ്കിൽ ആധുനികത്തിലേക്കുള്ള പാത എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിന്നാണ് എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അപ്പോൾ ഇത് ഓരോന്ന് ഓരോ വണ്ടിയായിട്ടും വണ്ടിയുടെ നമ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കണക്കാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇത് 2018 ചോദിച്ച ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ ഇത് കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് വീഡിയോ ഒന്ന് എല്ലാവരും പോസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. ഓക്കെ, യെസ്, ഒന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക.
അതേപോലെ 2019 ചോദിച്ച ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് എന്ത് ചെയ്യുക തരും. അപ്പോൾ ഇതേപോലെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യും, കാലക്രമത്തിൽ എഴുതാൻ ഇതേപോലെ എന്ത് ചെയ്യും, കുറച്ച് ഇൻസിഡൻസ് തരും. ആ ഇൻസിഡൻസിൻ്റെ ഇയർ നിങ്ങളുടെ തലയിൽ ഉണ്ടാവണം. മക്കൾ നിങ്ങളുടെ തലയിലേക്ക് എന്ത് കയറ്റണം, ആ ഇയർ കയറ്റണം. ഇയർ നിങ്ങളുടെ തലയിൽ വെച്ചിട്ട് അതെന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, പഠിക്കട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് എന്ത് ചെയ്യുക, എഴുതാം. അടുത്ത എന്താണ് ഇതെന്താണ് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനെയും ആൻസർ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട്. കാരണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. സോ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റാക്കി വെക്കുക. ഈ 3ൻ്റെയും ആൻസർ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ ഇതേപോലെയാണ് എന്ത് ചെയ്യുക, നിങ്ങളുടെ മോഡൽ എക്സാമിനും ഇനി വരുന്ന പബ്ലിക് എക്സാമിനും ക്രൊണോളജിക്കൽ ഓർഡർ അഥവാ കാലക്രമത്തിൽ എഴുതാൻ പറയാം. അപ്പം ഇത് വൃത്തിക്ക് അങ്ങോട്ട് പഠിച്ചു വെക്കുക. ബാക്കി നമുക്ക് ഇനി ലൈവിൽ സെറ്റാക്കാം. സോ ലൈവിൽ കാണുന്നതിലേക്ക് മക്കളെ ബൈ.